കാറിന് എങ്ങോട്ട് നിരങ്ങിപ്പോണത് എന്തൊരു കഷ്ടം ഇത്. എടാ നിൽക്കി ഞാനാണ് ഓണർ, ഞാൻ വണ്ടിയിനകത്തിരിക്കണം. അപ്പം നീ അനങ്ങാൻ പാടില്ല, മനസ്സിലായില്ലേ? ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താലേ വണ്ടി നീ ഇങ്ങോട്ടെങ്ങനെ പോകാൻ പാടുള്ളൂ, മനസ്സിലായില്ലേ? അതാണ് നിയമം. ഇത് വീണ്ടും പോകണം. എന്തൊരു അനുസരണം ഇല്ലാത്ത ഏതാവരത്തിനാണിത്. എന്തൊരു നിൽക്കേ പീ ഇട്ടണം. പീ ഇട്ടായി ഞാനങ്ങല്ല്, മനസ്സിലായില്ല? പീ ഇട്ടിട്ടുണ്ട് ഞാനങ്ങല്ല്. നമ്മളൊരു കാര്യം പറയട്ടെ, എന്നിട്ട് വണ്ടിയും ചലിക്കാം. എടാ മുത്തേ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ വണ്ടി കണ്ടല്ലേ നമ്മൾ ഗേള് മുത്തേ, വുമൺ വണ്ടി എടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് റൂമിൻ്റെ അകത്തോട്ട്. ഇതാരുടെ ബേക്കിൽ? ഓ മുത്തേ, നേരത്തെ വന്ന BMW റാറ്റ്, അതായത് ബസ്സിൽ. എടാ സത്യം പറയല്ല, അവൻ്റെ ബസ്സിൽ എലി ശല്യം. അതുകൊണ്ട് ചെറുക്കയും എന്തൊരു അതിൽ ആരെങ്കിലും കൊണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ താമരാശം പിള്ളേരെ ബസ്സിൻ്റെ അകത്ത് എന്തൊരു മറ്റേ എലി ശല്യം ഇല്ല, അതേപോലെ ഇതിൻ്റെ അകത്ത് എലി ശല്യം. അവൻ്റെ വണ്ടിയിൽ എലിച്ചണ്ട എന്നുവെച്ചാൽ ഈ ബസ്സിൻ്റെ അകത്തായിരിക്കില്ല, എനിക്ക് ഓണം വെച്ചാൽ അവൻ്റെ BMW കാറിൻ്റെ അകത്ത് എലി ശല്യം കാണും. അവൻ്റെ വണ്ടിയുടെ പേരെങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ നേരത്തെ വായിച്ചാണ്. BMW എന്തൊരു MF RF KF എന്തൊരു എഴുതിച്ചിട്ട് പിന്നെ റാറ്റെന്ന് ചോദിച്ചിട്ടുണ്ട് മുത്തേ. നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ടുണ്ട് മുത്തേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എലിപിടുത്തക്കാരറിയെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടാൽ ഈ ചെറുക്കൻ കണ്ട പരുന്തിന് ആവശ്യമുള്ളവരെ എഴുതിച്ചിട്ടുണ്ട്, മനസ്സിലായി? എടാ പരുന്തിനെ വേണ്ട, ഒരു പൂച്ചേനെ മതി. പൂച്ച എലീനെ എടാ ഇതാരും ഇത് പൂച്ച എലീനെ പിടിച്ചോളും കണ്ട. BMW MF റാറ്റ്. MF BMW കയ്യിലുള്ള MF മച്ചാൻ. MF എന്ന് വെച്ചാൽ മറ്റേ ചുരുക്കി ചെയ്തൂലേ മുത്തേ, അതായിരിക്കും. ഇപ്പോൾ റെഡ് ഫോക്സിന് RD എന്ന് പറയൂലേ, മനസ്സിലായില്ലേ? റെഡ് അല്ല, അങ്ങനെയല്ല, RF എന്നാണ്. എടാ ഞാനല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ വണ്ടി എലിയൊന്നുമില്ല. എടാ എന്നെയാണ് നീ പറഞ്ഞത്? എടാ എൻ്റെ വണ്ടി കുഴപ്പമൊന്നും ഇത്തിരി എല്ലാം കൂടെ എൻ്റെ നെച്ചത്തോട്ടാ. ഈ എൻ്റെ പറഞ്ഞാണ് അയ്യോ അതേ ഓർത്തില്ല. എടാ എൻ്റെ വണ്ടി എല്ലുന്നില്ല പോടാ. എന്ത് ലോട്ട മുത്തേ, സീരിയസ്ലി മുത്തേ. എലിയാ എടാ ലാഗേ മുത്തൽ ലാഗ്. എന്തിങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കണത്? സത്യം പറയാലോ, ഇത് എന്ത് ഗെയിം മുത്തേ, ഇത് കൊള്ളൂല ഏട്ടാ, പറയാതിരിക്കാം. ലാഗിൻ്റെ മേളം. അവിടെ ഈ ഫോണിലൊക്കെ അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റും. ഞാൻ സീപ്പൻറ്റ് കളിച്ചിട്ടുള്ളതല്ലേ, പിന്നെയാണ് ഇതെന്തോന്ന് ഇപ്പോൾ പരിപാടി മുത്തേ. നിങ്ങൾ ഫ്രീ ഫയർ കളിച്ച് ഫ്രീ ഫയറിൻ്റെ ആയിരുന്നു പറയണ്ട, ഞാൻ ഒന്ന് പറയാനല്ല. ഫ്രീ ഫയറൊക്കെ നമ്മൾ നിർത്തിയടാ. ഫ്രീ ഫയർ പറ്റില്ല, വിറപ്പിക്കാനിട്ട് ഗെയിം ഒന്നും പറയണില്ല ലോട്ട. വെറുതെ ഇപ്പോൾ എങ്ങോട്ട് പോകണം? നീ ചുമ്മാ വണ്ടി കയ്യിലോന്ന് വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും മറ്റേ ആരോൻ്റെ ചിഹ്നം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് കളിക്കണം. ഞാൻ എന്തൊരു കാണിക്കണം? ഞാൻ എങ്ങോട്ട് പോകണം? ലക്ഷ്യസ്ഥാനമില്ല, നീ എങ്ങോട്ട് പോകണം? ഇതെന്തൊരു എടാ നീ മുത്തേ ബസ് മറ്റേ ബസ്സാണ് RF അല്ല മറ്റേ എലി ബസ്. നെക്സ്റ്റ് റൂം വാന്നാ RX അല്ലേ എന്നാ? RX ആയിരുന്നാ? എടാ അവൻ്റെ വണ്ടി വെച്ചിരുന്നാണ് അല്ല. എടാ RF എൻ്റെ പേരാണെങ്കിൽ റെഡ് ഫോക്സ്, RF എന്നല്ലേ പറയണ. എടാ അതെന്ത് ഒരുമാതിരി പറയാനൊന്നും കൊള്ളൂല, മനസ്സിലായി? നമ്മൾ റെഡ് ഫോക്സ് അല്ലേ കുറുക്കനെന്ന് വിളിക്കണല്ലേ മുത്തേ. എനിക്ക് സത്യം പറയാൻ നല്ലത് അല്ല. RF എന്തരുത്, അത് കേൾക്കാൻ രസമുള്ള ചേർക്കാണ്. ഇപ്പോൾ മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ CR7 മനസ്സിലായി? CR7 അത് ഇതാണ്. പക്ഷേ അതേപോലെ എന്താ RF എന്ന് പറയുന്നത് ലോട്ട, അതൊക്കെ ഒരുമാതിരി കുറുക്കാൻ മുത്തേ. സീരിയസ്ലി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ അല്ലേ നല്ല വരും. അല്ലേ ഇപ്പം എന്തിനു പറയാം? എന്തിരാ ഇത് വളാച്ചെടുക്കട്ടെ. എന്തരടാ എൻ്റെ മുത്തേലാകെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണത്? ഞാൻ നിന്നെ വല്ലതും ചെയ്താ? ഇതാരാ എൻ്റെ ഇടയിൽ കൂടെ ചാടി വരണത്? എടാ മുത്തേ നീ മുന്നേ പോ നീ. എടാ അങ്ങോട്ട് ഞാൻ കയറല്ല എന്തായാലും. അത് എന്നെ പെട്ടെന്ന് വലിയിട്ട് എടാ അവിടെ എനിക്ക് കയറാൻ പോയി. നമ്മൾ ഒരുപാട് കയറച്ചുള്ളൂ. പിന്നെ തിരിച്ചിറങ്ങാൻ എല്ലാം കൂടെ കയറാൻ പറ്റി പാടായിരിക്കും. ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടാടേ. ഇത് റോഡ് ഇപ്പം എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലല്ലോ. എടാ ഞാൻ ചാറ്റ് വായിക്കാം, നിങ്ങളിതാക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യുമല്ലേ, ഡ്രൈവിങ് ചെയ്യുമ്പം ശ്രദ്ധ തിരിയാൻ പാടില്ല, മനസ്സിലായില്ലേ? ആ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ റിയൽ പോലീസും വെച്ചാൽ അവന്മാരുണ്ടല്ലോ റിയൽ ലൈഫിൽ ആൾക്കാർ പറയണതാണ്, ശ്രദ്ധ തിരിയാൻ പാടില്ല. ശ്രദ്ധ തിരിഞ്ഞാൽ അപകടങ്ങളുണ്ടാവും, മനസ്സിലായില്ല? അതാണ് ചാറ്റ് നോക്കാത്ത, മനസ്സിലായില്ലടാ? അല്ലെ ഞാൻ എന്തെങ്കിലും സ്പീഡ് കുറച്ചിട്ടാണ് ചിലപ്പോൾ നോക്കും, മനസ്സിലായില്ലടാ? ഇത് ചുമ്മാ ഫണ്ണല്ല, നമ്മൾ സീരിയസ്ലി ടാക്കാണ്, മനസ്സിലായി? സീരിയസ്ലി ടാക്ക് ഫൺ നഹി മുത്തേ. ഡിസേബിൾ എഞ്ചിൻ ഡാമേജ്. എടാ അതല്ലേ ഇപ്പം ഞാൻ ചെയ്താ? അങ്ങനെ ചെയ്യാൻ പൈസ കൊടുക്കണമെന്നല്ലേ? എനിക്ക് ഞാൻ 2 ലോട്ട തരും. നീ പോകാൻ കാട്ട്. 200 രൂപയല്ലടാ മൊത്തം. 200 രൂപ ഉണ്ടെങ്കിൽ ഞാൻ PC വാങ്ങണതിലോട്ട് ഒരു ഇതുകൂടെ അങ്ങ് അടുക്കും, മനസ്സിലായില്ലേ? നമ്മൾ ഒരു ശാമനോടെ മുന്നോട്ട് ഇതാക്കും. അപ്പോഴാണ് നീ സീരിയസ്ലി പറയുന്നത് ലോട്ട മൊത്തം 200 രൂപയെ. അവിടെ ഇങ്ങോട്ട് കയറാം. ഹേ തിരിയടാ കറക്റ്റ്. ഇനി ചാറ്റോക്കാം. എന്തരുത് ഞാൻ പോവും. ഇത് മര്യാദയ്ക്ക് ഇരിക്കണം. ഞാൻ അനങ്ങല് എന്തരടാ? ഇതെന്തരാണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഒന്ന് മനസ്സിലായി. ചാറ്റിൽ എന്തരൊക്കെ പറഞ്ഞ കാണുന്നത് മാറിക്കണം. എടാ നിങ്ങളെല്ലാവരും കൊണ്ട് പാർക്കാക്കാം. എന്താ എൻ്റെ മോന്തെന്ത് വിജൃംഭിച്ചിരിക്കണം? അല്ല സാഡ് ഫേസ് ഇട്ടതാണ് ഈ ചോദിച്ചെന്തായാലും.
റെഡ് ഫോക്സ് ഈസ് ഫേവറേറ്റ് യൂട്യൂബ് എന്നാ ഇപ്പോഴാണ് ചാറ്റ് വേണ്ട. ഓക്കെ ആക്കി കേട്ടോ, സന്തോഷം. ട്രിപ്പ് പോവാൻ ബ്രോ നർസലി. അതിനെന്ത് മുത്തേ, നമ്മൾ ഇതൊരു ട്രിപ്പാണ്, മനസ്സിലായില്ലേ ഗൈസ്? ഇതൊരു എന്തിനാണ് നമ്മളൊരു ഒരിടത്തോട്ട് പോവാ എന്ന രീതിയിൽ ഒരു ഇത് വച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കാറൊക്കെ എടുത്ത് കുറച്ച് കറങ്ങലും, മനസ്സിലായില്ലേ? ഇപ്പോൾ അവിടെ നിന്നാണ്ട് ഇവിടെ വന്നു, മനസ്സിലായില്ലേ? ഈ ട്രിപ്പ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് ചുമ്മാ നിൽക്കൂലേ, അത് കുറച്ച് അങ്ങനെ ഇതാണ്, മനസ്സിലായില്ലേ? റാൻഡം, മനസ്സിലായി? റാൻഡം ട്രിപ്പ്, മനസ്സിലായി? അങ്ങനെ നെക്സ്റ്റ് റൂം മീറ്റ് എന്നാ. അവിടെ മീറ്റ് വച്ചാൽ മെനക്കേടാണ്ടാ. മീറ്റ് വച്ച നോക്കാം, ഞാൻ എന്തായാലും നോക്കാം. എന്തായാലും ഞാൻ എനിക്കൊരു വണ്ടി മീറ്റ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് എങ്ങനെ ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാടാ, അതെനിക്ക് വയ്ക്കണം സത്യം പറഞ്ഞ ആഗ്രഹമൊക്കെ ഉണ്ട്, സത്യം പറയാലേ. പ്ലീസ് സെൻഡ് മീ ലിങ്ക് ഓഫ് ദ ഡേ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് വെച്ചാൽ ബാക്കി കൂടെ പറയടാ. നീ പാതി വെച്ച് നിർത്തിയ ലിങ്കാ, ഹാപ്പി ബർത്ത്ഡേക്ക് ലിങ്കാ. എന്തൊരു ലിങ്ക്, എന്തൊരു ഹാപ്പി ബർത്ത്ഡേക്ക് ഇതല്ലേ, എന്തൊരു പറ്റിയ സാധനമല്ലേ വേണ്ടത്? എന്തൊരു പറയണ കേക്കല്ലേ, ഇതെന്ത് ലിങ്ക്? എനിക്ക് മനസ്സിലായി എന്തിൽ ഒട്ട പറയണത്. എടാ നിങ്ങളത് നീ മലയാളിയല്ലേടാ? നീ മലയാളിയല്ലേ? മലയാളത്തിൽ ടൈപ്പ് ചെയ്യടാ. നിനക്ക് കീബോർഡിൽ മലയാളം അവൈലബിൾ അല്ലേ? ആ സാധനം ഇങ്ങോട്ട് ഓണാക്ക്, എന്നിട്ട് ഇതാക്ക്. നീ എന്തിനൊക്കെ പറയണം? എനിക്ക് അറിഞ്ഞൂടാത്ത ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാറ്റിൽ. ഞാൻ അയക്കാം. എടാ എല്ലാവരും മര്യാദയ്ക്ക് ഇടറാ. എവിടോട്ട് നീ എന്നെ പാർക്കാക്കടാ? നിനക്കൊക്കെ സ്ഥലമില്ലേ? നിങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ചാടി പറന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത് നിങ്ങൾ ഇതാക്ക്, പെട്ടെന്ന് പാർക്കാക്ക്. നമുക്കെല്ലാം വെടിച്ചിൽ ഫോട്ടോ വേണ്ടേ പുത്തേ? എടാ ഞാൻ ചാറ്റൊക്കെ നോക്കാം, നിങ്ങൾ വെയിറ്റ് ആക്കുക. ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യുമല്ലേ, ഒന്ന് കഴിഞ്ഞോട്ട്. എടാ നീ എന്തരടാ ഇത് കാണിച്ചു വെച്ചേക്കണ? പാർക്കാടെ ഇത് മുന്നോട്ട് ഇടാ. ഇത് എന്തരുത്? ഇതാക്ക്. ഓക്കെ ഇതെന്തരി പാർക്ക്? ഇതെന്തരി പാർക്ക്? മുടിയിൽ മഞ്ഞ അടിച്ച് വന്നിട്ടുണ്ട്. ഇത് എന്തൊരു മുത്ത ഇത്? ഇതെന്തരുത്? ഇതാണാ എടാ റോഡ്? ഇത് എന്തെങ്കിലും നോക്കേണ്ടത്. ഹായ് റെഡ് ഫോക്സ് ബ്രോ എന്നാ. എടാ ഹായ്. എടാ ഹായ്. എടാ ഞാൻ ഹായ് പറഞ്ഞോട്ടെ. ഇവിടെ ടൈപ്പ് ചെയ്യടാത്ത വേറെ മോഡലിൽ ഓഫാക്കി ഇട്ടേക്കണം. അപ്പം പിന്നെ എടാ എന്നൊരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ അനുവദിക്കും. നിങ്ങൾ എന്തേടാ ഓൾറെഡി ലൊട്ടത്തരം കാണിച്ചാണ്ട് ഇത് കണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കണം. അത് എന്തിരി പറക്കണേ മൈ? ഇതെന്തിരി? ഞാൻ എടാ അതൊക്കെ നോക്കാം കേട്ടോ. ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ. അത് തന്നെ. ഗ്രാഫിക്സേ നീ കുറഞ്ഞു കാണല്ലേ? ഇല്ല കുറഞ്ഞിരുന്നേ ഒട്ടേ നോക്കിയോ, സീരിയസ്ലി പറയല്ലേ. എടാ ഞാൻ പിക്ക് എടുത്തോ. 2-3 വിക്കറ്റ് നീ കിട്ടി. ഓക്കെ ഏതായാലും നോക്കാം. എന്താടാ മുട്ട ഇത്? എല്ലാം കഴിഞ്ഞപ്പോൾ ചാടി പറഞ്ഞൊന്നുമല്ല. 20 മില്യനാ അവൻ്റെ പേരെന്താടാ? എന്തരടാ ബാറ്റ്മാന് കോസ്റ്റ്യൂം വന്നാ? ഡാസ്റ്റാ ഇതെടാ? ഇതെന്തൊരു സാധനം? ഗിറ്റാറല്ലേ ഇത്? അല്ല ഇത് പോർച്ചുഗലല്ലേ? അല്ലേ നിക്കേ എടാ? പക്ഷേ ഇതിവിടെ ബാറ്റ്മാൻ എന്നല്ലടാ ചോദിച്ചാൽ കസ്റ്റോ എന്നാ? ബാറ്റ്മാന് കസ്റ്റോ എന്നാ? കഷ്ടമെന്നായിരിക്കും. കഷ്ടമൊന്നും ആയിരിക്കില്ല. ബാറ്റ്മാൻ എന്ത് കഷ്ടം? റിച്ചല്ലേ? എടാ പോർച്ചുഗലായിരുന്നടാ. ഞാൻ വിചാരിച്ചെന്താ ഗിറ്റാർ. നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ട് പറ്റും, മനസ്സിലായില്ലേ? സീരിയസ്ലി മുത്തേ? പോർച്ചുഗൽ എടാ മുത്തേ. മുത്തേ കൊള്ളാം മുത്തേ, സീരിയസ്ലി എന്തായാലും കൊള്ളാം. അവിടെ എന്തൊരു സൈനിട്ട് വെച്ചേക്കണായിരിക്കുമല്ലേ? എടാ ഇത് ഇത്ര ചെറുതാക്കി വെച്ചാൽ എങ്ങനെയാടാ വായിക്കാനാടാ നമ്മളിതൊക്കെ? എന്തായാലും കൊള്ളാം. എന്തിനടാ ചാറ്റിൽ എന്തൊരു റെഡ് ഫോക്സ് പൊട്ടൻ? സീനത്ത് ഫീക്കാ എന്തൊരു സീന്താര ഫീക്കാ? എടാ ഇവൻ്റെ പേരെന്താടാ? സീന്താര ഫീക്കാ എന്തൊരു? എടാ നയൻതാര നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊരു സീന്താരേ? എടാ സീന് എടാ ഞാൻ നിങ്ങളെല്ലാം പറയും, ഞാൻ ലൊട്ടായിട്ട് വായിക്കണം. അല്ല അവൻ്റെ പേരെന്താടാ? സീനത്താര എന്നാ? ഇവിടെ മുറ്റത്താരാന്ന് അറിഞ്ഞു, അപ്പോഴാണ് സീനത്താരാണെന്ന്. എടാ ഒരാളൊട്ടെ എനിക്ക് ഓൾറെഡി വായിക്കാൻ പറ്റില്ല. എന്തിനാ പേര്? നീ ആദ്യം മര്യാദയ്ക്കൊരു പേരിടുന്നത്. എടാ നിങ്ങളൊക്കെ എന്തൊരു പേരിട്ട് ചെയ്യണം? ഒരുത്തമാര് ലൊട്ടാന്നൊക്കെ എന്തിന്? എടാ നിങ്ങളൊരു നല്ല പേരിടറാ. എന്നുവെച്ചാൽ അങ്ങനെയല്ല മനുഷ്യന് വായിക്കാൻ വേണ്ട പേരിടും. ഇപ്പം കണ്ട ഇപ്പം സുഖമായിട്ട് വായിച്ചാലും കണ്ട റുബൈക്സ്, മെസ്സി, റാസ്കൽ അല്ല സോറി റസൽ. എടാ അത് ഓക്കെയാണ്, കുഴപ്പമില്ല.
അത് ഫാസ്റ്റായിട്ട് വായിച്ചു മാർക്ക് വേണം, മനസ്സിലായില്ലേ? കാർ വേൾഡ് കണ്ട ഇതേപോലെ പെട്ടെന്ന് കാണാത്തതിനെ മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാണ് ഇട്ട് വെച്ചാൽ എന്തൊരു ഇത് മുറ്റത്താരാ വെളിയിലാരാ അയ്യോ ഇപ്പോൾ വേറെ വന്നു അതിനെ ഇതൊക്കെ ഇട്ട് വെച്ചാണെന്നാണ് ഇതൊരു CR കാർ മാറ്റുന്ന അടുത്ത് എൻ്റെ കാറിന് നീ ഇടിച്ച് വെളിയേറിയ എല്ലായിടത്തും കൂടെ. എടാ ഇവിടെ മറ്റേ അവൻ ഇത് എൻ്റെ റൂമാണല്ലോ പറഞ്ഞ പോലെ ഞാൻ ഇട്ടാ അക്കരഞ്ഞ വിട്ടു കേട്ടാ. എടാ അതാര് നമുക്കറിഞ്ഞൂടെ? എടാ മുത്തേ നമുക്കറിഞ്ഞൂടെ? ഏതാ ഒരു പെൺകുട്ടി, മനസ്സിലായില്ലേ? നമുക്കറിഞ്ഞൂടെ, നമുക്ക് അവളെന്ന് പറഞ്ഞൂടെ, നമ്മളെ കാര്യം നോക്കി പോട്ട്. എടാ ഒരു സെക്കൻഡ് ഞാൻ പോയാടാ അത് പോയാ. എടാ ചിലപ്പോൾ സീന്താരയ്ക്ക് അറിയാമായിരിക്കും. സീന്താര നിനക്കറിയാം ഇതാരാണ്, നമുക്കെന്തായാലും ഇത് അറിഞ്ഞൂടാ. എടാ അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ഇട്ടു. അന്നേരം ഖലീഫ എന്ന് ചോദിച്ചാൽ ബുർജ് ഖലീഫ നമുക്ക് അറിയാൻ പറ്റില്ല കെട്ടിടം, അല്ലാതെ വേറെ ഖലീഫ നമുക്ക് ഇതാക്കൂല, അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. ചിലപ്പം മറ്റില്ല അവനറിയായിരിക്കും, ബുജ്ജിക്കൊക്കെ, മനസ്സിലായില്ലേ? എനിക്ക് അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ. എടാ ആരാണ് കണ്ണാടിയാണ് ടീച്ചറൊക്കെ വെച്ച്, ടീച്ചറാണ് അതിന് പോലെ കണ്ണാടി വെച്ച് കാണാനാണ് ചോദിച്ചത്. അറിഞ്ഞൂടാ, നമുക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ചോദിച്ചാണ്, മനസ്സിലായില്ലേ? എടാ ഞാൻ പോവാണ്, സ്ഥലമില്ലടാ അതിൻ്റെ ഇടയിൽ കൂടെ നീ കൂടെ. എടാ അവിടെ അങ്ങോട്ടൊന്നും പോകണില്ല ആരും. ഞാൻ എന്തരുത്, നിങ്ങളപ്പോഴത്തേക്ക് അങ്ങോട്ട് തീരുമാനിച്ചു പോയാ, അങ്ങോട്ടല്ല, ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ എന്തിന്? എന്തായാലും കൊള്ളാം. ഓ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വണ്ടി പോകണം. എൻ്റെ ടയർ സീനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടയർ ശരിയാക്കുക, മനസ്സിലായില്ല? അതിനിവിടെ മറ്റു സാധനം വെച്ച് കാണാം, റിപ്പയർ സാധനം വെച്ച് കാണാം, മനസ്സിലായില്ലേ? പിന്നെ ചുമ്മാ നോക്കി കാണാനാ സാധനം വെച്ച് കാണാം. എന്തെങ്കിലും ഒട്ടായത് കളിക്കണല്ലാണ് കൂടെ, സീരിയസ്ലി മുത്തേ. എടാ എൻ്റെ മനസ്സ് പറയണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റില്ല ഒരു അപ്പച്ചട്ടി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ, അതിൽ ചാടി കയറിയാലോ? നമ്മളെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടോ? അതാണ് എപ്പോഴും അല്ലെ നമുക്ക് ഹിഡൻ പ്ലേസ് ഒന്ന് ചാടി പോയാലാ? അതൊരു നല്ല പരിപാടിയാണ്, മനസ്സിലായില്ലേ? ഇതടാ എൻ്റെ വണ്ടി മാത്രം ഇങ്ങനെ AWD അല്ലേടാ ഇത്, AWD വൈ ഡു യു ഡൂയിങ് ദിസ് മുത്തേ? സീരിയസ്ലി എന്ത് ഒട്ട കാണിക്കണ്ടാ നീ? AWD എടാ AWD തൊട്ട ഇത് വരണ്ടേ, വളഞ്ഞു പോല് വണ്ടി, മനസ്സിലായില്ലേ? എന്ത് കഷ്ടം AWD ഇതൊന്നും കൊള്ളത്തില്ല കേട്ടോ, ലോട്ട പരിപാടികൾ, സീരിയസ്ലി മുത്തേ. എടാ ഇവിടെ കയറിയാലാ? ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കും. എന്തായാലും കൊള്ളാം. ഹറാം ബ്രോ എന്നാ ആടാ. നമുക്കറിഞ്ഞൂടാ കേട്ടോ, നമുക്കറിഞ്ഞൂടാ. എടാ എനിക്കറിഞ്ഞൂടാ, ഏതൊരു കണ്ണാടി വെച്ച മാമി, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ചിലപ്പം എന്തിനാണ് വല്ല ബിസിനസ് നടത്തുന്ന ആരെങ്കിലും ആയിരിക്കും, മനസ്സിലായില്ല? എനിക്കറിഞ്ഞൂടാ. റോയൽ കിങ്ങാ? എന്താടാ നിനക്ക് വയ്യടാ, നിനക്ക് എന്ത് എടാ നിനക്ക് നീ പിടയ്ക്കണ മുട്ട ലോട്ടൻ മുടിക്കുന്ന ഞാൻ നോക്കി മുടിഞ്ചത് നീ, സീരിയസ്ലി മുത്തേ. മുടി എടാ ഇതറ അവൻ്റെ പേരെന്താടാ? AK TM എടാ പോ ആണ്ടവാ. ഇതെന്തോന്ന് കാണണമെന്നാണ് ഒരു സെക്കൻഡ് മുത്തേ. AK TMZ ഫ്ലെക്സ് കുറേ നേരെ ഇവനും കയറിയ അവിടെ രണ്ടെണ്ണത്തിന് ഇപ്പം തന്നെ എടുത്ത് വെളി കളയാൻ കേട്ടോ. ഞാൻ കുറേ നേരം നമ്മളെ വണ്ടിയിലൊന്ന് ഇടിക്കണം. ഓക്കെ നീ ബുദ്ധി ഇല്ലേ? നിനക്കെന്ത് ബുദ്ധിയില്ലേ? നീ കളിക്കണം വന്നിട്ട് ലോട്ടെ. സഞ്ജയിൻ്റെ ലൊട്ടയുടെ ഇവൻ മുഴു ലൊട്ടയാണ്. ഏതാ എനിക്ക് അറിഞ്ഞു, നമ്മൾ റൂമിൽ ലൊട്ട കാണിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് ആ പേരെനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ കണ്ടാലും കുറച്ച് വണ്ടിക്ക് നോക്കിച്ചിട്ടുണ്ട്, അതറിയാം. നിങ്ങൾ രണ്ടും വെളിയിൽ പോകും, മനസ്സിലായില്ലേ? ഗെറ്റ് ഔട്ട് ഇറങ്ങി പോടാ നീയൊക്കെ. അയ്യോ എൻ്റെ വണ്ടി ഓൾറെഡി അത് ഓക്കെ. എടാ കാർ വേൾഡൊക്കെ വന്നാ? ഓക്കെ എടാ വെൽക്കം കേട്ടോ വേൾഡേ, എല്ലാവരും വെൽക്കം കേട്ടാ വെച്ചാൽ. എടാ എൻ്റെ ഇതെടുത്തോണ്ട് വന്നാലോ സത്യമായിട്ടും? എടാ നിൽക്കേ, എടാ ഇതിന് ഡോറില്ലേ? എവിടെ പോയി ഞാൻ കയറി? ഡോറ് കാണിക്കാനില്ല, കയറാനുള്ള ചിഹ്നം. കാണിച്ച് ഹറാം തെറിയല്ല, ഒട്ടേ കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന. അവിടെ ഹറാമൊന്നും തെറിയൊന്നുമല്ല. എന്തിനാണ് ഹറാമെന്ന് പറയുമ്പോൾ ഇപ്പം എന്തിനാ അതിന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊരു തെറ്റ്, അത് മോശം, അങ്ങനെയൊക്കെ അതാണ് ഇപ്പം ലൊട്ട തെറിയാണ്. അല്ലല്ല ലൊട്ടെന്ന് വെച്ചാൽ ഇപ്പം എന്തിനു പറയണ ഷൊട്ടാവുകയാണെങ്കിൽ ഷൊട്ടെന്ന് പറയില്ല, അതൊന്നും തെറിയൊന്നുമില്ല. ഷൊട്ടയും തെറിയൊന്നുമില്ല. ഹറാമൊന്നും തെറിയല്ല. എന്തൊരു കുത്ത പറയണ, ഹറാമൊന്നും ഒട്ടും തെറിയല്ല. വളഞ്ഞ് ഇതെങ്ങാട്ടിത് ഇവിടെ പോടാമല്ലോ. എൻ്റെ തട്ടി അവിടെ ഞാൻ ഒരു ഫ്ലോയിലിങ് വന്ന് ഇതാക്കിയപ്പോഴത്തേക്ക്
എൻ്റെ മാസ് കളയാനായിട്ട് ലോട്ടേൻ്റെ കാര്യം. എൻ്റെ മാസം നീ തരോടാ എനിക്ക് തിരിച്ച് ലോട്ടെ. വണ്ടിയുടെ കാര്യം എടേ ഉമ്മനൊക്കെ മുന്നേ എത്തി കേട്ടാ. എടാ എനിക്ക് ലാഗ് ഉണ്ട് കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. ലാഗ് ടു മെനി ലാഗ് ലോട്ട. എന്തൊരു കാർവേളുടെ കാണിക്കണ ഞങ്ങട്ട് പോട്ട് മുത്തേ. നീ നിങ്ങളുടെ ബാഗിൽ കൂടെ എന്തിനു കാണിക്കണ? പോവാത്തി സ്ഥലം എന്താ? ഓക്കെ സെറ്റ്. എടാ ഇത് ആയിക്കോട്ടെ, പാർക്കാക്കി നമുക്ക് പിന്നെ ആക്കി. കാർ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് പിന്നെ മാറിപ്പോകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. സീരിയസ്ലി മുത്ത് എന്തായാലും കൊള്ളാം. ഞാനൊരു കാളെന്നാ എടുത്ത് എനിക്ക് മനസ്സിലാവ. കാള എന്തൊരു കാള്? ചേട്ടാ കാറെന്നായിരിക്കും ഉദ്ദേശിച്ചത്. എടാ ഇതെന്തിനു കാണിക്കുന്ന ഈ ബസ് ഇവിടെ? അല്ല അങ്ങനല്ല, എന്നെ മോളിൽ കൊണ്ട് കയറ്റിട്ട് എന്ത് ചെയ്യാൻ പോണെന്ന്? പാർക്കാക്കത്തെന്ത്? നമുക്ക് താട്ടിറങ്ങി എന്നാലേ. ഞാൻ മലപ്പുറത്ത് റെഡ് ബോക്സ് ഹാരി എന്നെ തള്ളി. അപ്പോൾ ഞാൻ എന്താ ചെയ്ത്? ഹാരി നിന്നെ തള്ളിയപ്പോൾ നീ എന്താ ചെയ്തെന്നാ? എടാ ഹാരി നീ തള്ളിയെങ്കിൽ നീ എടാ ഇതെന്തൊരു എടാ ഹാരി തള്ളി. ഓക്കെ എടാ നിങ്ങളൊന്ന് മുഴുപ്പീര്. ഇതെന്തൊരു സിനിമയുടെ 1-ാം ഭാഗത്തിൻ്റെ കഥ ബാക്കി പറയും, പിന്നെ 2-ാം ഭാഗത്തിന് വേണ്ടി ഞാൻ 2 വർഷം വെയിറ്റ് ചെയ്യണം. ഇതെന്തിരിത്? എടാ ഫുള്ളായിട്ട് ഓക്കെ നിന്നെ തള്ളി. എൻ്റെ എന്തിരി ഇത് ബാക്കി കൂടെ പറ. ഇതെന്തിരിത്? ഇതെന്താടാ നിങ്ങൾ എന്താ പാതിയായിട്ട്? നേരത്തെ ഏതാ മന്തി ആ സീനത്താത്തയല്ലേ? താത്ത നേരത്തെ വന്നിട്ട് എന്തിന് ഹാപ്പി ബർത്ത്ഡേ ലിങ്ക് അയക്കുക. എടാ ഹാപ്പി ബർത്ത്ഡേ ലിങ്ക് അല്ല, ബർത്ത്ഡേ കേക്കാണ് അയക്കണം. അത് സീനത്ത് താത്ത എന്തൊരു സിന്താരാന്നൊക്കെ എഴുതിച്ചിട്ടെടുത്തേ ലോട്ട. ആണാ പെണ്ണാ ദ്വാര ഒരാൾ എന്തരൊക്കെ ഇട്ടിച്ചേടാ പാതി. അതും പാതി ഇടാൻ ടൈപ്പ് ചെയ്ത് വെച്ചാൽ എന്തൊക്കെയാണെന്നാണ് കാണേണ്ടതെന്നാണ്. ഇതൊക്കെ ഫുള്ളായിട്ട് കമൻറ്റ് ഇട്ട് മനസ്സിലാവണം. മനുഷ്യൻ വായിക്കണവന് മനസ്സിലാവണം. ഫുള്ളായിട്ട് കമൻറ്റ് ഇട്ട് ഇതാക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണെന്നാണ്. ഇതടാ അവിടെ എന്തിനാണിങ്ങനെ അവിടെ കിടന്ന് പോടെ ഇന്തരടാ നിനക്ക്? എന്നെ എന്തിനു കിക്കടിച്ചേ? നിൻ്റെ പേരെന്തിനാണ്? നീയാണ് ഫ്ലെക്സ് ആണ് എൻ്റെ വണ്ടി 3-4 തവണ ഒന്ന് ഇടിച്ച്. മനസ്സിലായില്ലേ മുത്തേ? അതാണ് ഞാൻ കിക്കാക്കി. മനസ്സിലായില്ലേ? സഞ്ജയ് ആണെങ്കിൽ മുമ്പ് പണ്ട് ലൊട്ട കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് ഞാൻ ഒരു ബാനങ്ങ് കൊടുത്തേണ്. മനസ്സിലായില്ലേ? അവൻ വരണ്ട ലൊട്ട എന്ന് ലൊട്ട അടുപ്പിച്ചിട്ട് നമ്മൾ റൂമിൽ കയറിത്തേ 2-3 തവണ പറഞ്ഞു. എനിക്ക് ലൊട്ട കാണിച്ചപ്പം മുഴി ലൊട്ടയാണെന്ന് മനസ്സിലാകണ്ടാണെന്ന് അവനെ എടുത്ത് കളഞ്ഞ. അവൻ വരണ്ട. അന്ന് നമുക്ക് റൂം മോഡറേറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. എടാ നിങ്ങൾ എന്തരത് ഒട്ടിച്ചേർന്ന് നിൽക്കണത്? എന്തരിത് എടുത്ത് എന്തൊരു എടാ മാറിക്കടാ. എടാ ഇവിടെ ഞാൻ പറയാനില്ല. എടാ എന്തിരി അടുത്ത് ഗ്യാപ്പിട്ട് നിൽക്കണം. മനസ്സിലായില്ലേ? ഗ്യാപ്പ്. എടാ എന്നെ കൊണ്ട് ഹൈഡ് ചാറ്റ് ഓണാക്കിപ്പിച്ച് അടങ്ങും എല്ലായിടവും കൂടെ. എടാ എന്താ നിങ്ങളെ ഞാൻ മാറി നിൽക്കുമ്പോൾ എന്നെ കണ്ടോണേ. നിൽക്കാൻ ഇപ്പം കണ്ടോണേ സീരിയസ്ലി. ഞാൻ എവിടെ പോണ്ടേ? ഇപ്പോൾ നോക്കണേ. ഇതെന്തൊരു ബസ്സിൽ പോണാ? ഇതെന്തൊരു കാണിക്കണം? എടാ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയട്ടെ ഗ്യാപ്പിടാൻ പറയട്ടെ 10 മില്യൺ തരുമെന്നാ. 10 പൈസ തരൂല. ഒരുത്തരി 5 കൊടുത്തോളൂ. ഞാനൊരു ബാങ്കാ. എടാ ഹായ് നല്ല ഗ്യാപ്പിട്ടേക്ക് GTA. അയ്യോ എൻ്റെ ഇതൊക്കെ എവിടെ പോണത്? ഞാൻ തൊടണം എന്തിന് വരണം എന്തിന്? ഇതൊക്കെ എന്തിനാ മുത്തേ? GTA ഒക്കെ PC എടുത്തിട്ട് അതിനുശേഷം ബാക്കി സംസാരം. മനസ്സിലായില്ലേ? ഇനി ഇതൊക്കെ അങ്ങ് ഓഫായി കളയട്ട്. എന്നെ സഞ്ജയ് ഇടിച്ച് കയറ്റിന്നാ. എടാ സഞ്ജയിനെ വെളിയിൽ പറത്തിയിട്ടുണ്ട് മുത്തേ. ആരൊക്കെ എന്തരൊക്കെ നമുക്ക് ലൊട്ട അടിച്ചാൽ പിന്നെ അവൻ ഇതെന്തരി തറ മുത്തേ. കൊടുക്കണ ജോലിക്ക് 100% കൂടുതലൊരു 100 ഇരട്ടി അധികം ഈ മനസ്സിലായില്ലേ? കൊടുത്തതിന് അധികമായിട്ടിട്ട് ജോലി ചെയ്യുമെന്ന് പറയില്ലേ മുത്തേ? അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ മര്യാദയ്ക്ക് ഒന്നിക്കും വേണ്ട. അവൻ കണ്ട അവൻ കൊന്തി കളിക്കണം അവിടെ നിന്നെടാ. എന്നൊരു ഫോട്ടോ എടുക്കാൻ സമീറ നീ നീ ഇതെന്തിരി അനങ്ങൂലേ നീ? എടാ ഇത് കണ്ടോണേ. ഇതെന്തരാണിത്? ഇത് നമ്മൾ എന്തിനു മനസ്സിലാക്കണം? ഇതെന്തിനു നീ കൈ ഇതണ്ട മൂക്കിൻ്റെ അവിടെ കൈ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒരു കാലും പൊക്കി വെച്ചിട്ട് നീ നിൽക്കുകയാണ്. ഇതെന്തിനാണ് മുത്തേ? ഇതെന്തിനാണ്? ഇതിൻ്റെ പോസാണോ ഇത്? എടാ അവൻ്റെ പോസാണെന്ന് തോന്നുന്നു കേട്ടോ. കൈ ഇങ്ങനെ വെച്ചിട്ട് കാല് പൊത്തി വയ്ക്കണം, പൊക്കാണ്. ഇതാണ് ആ പോസ്. എന്ത് പരിപാടി എന്നാണ്? എടാ നീ എന്തിൻ്റെ ബാക്കിൽ നിൽക്കണം? നീ ആര് മുത്തേ? ഇത് കുണ്ടനാ? ഇതെന്തരെന്താണ്? മര്യാദത്തിൽ സ്ഥലം താടാ എനിക്ക് നിൽക്കാൻ. ഇത് എന്തരെന്താണ്?
പീപ്പിൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന എടാ ഞാൻ ഗ്യാപ്പ് ഇട്ടിക്കുവാണ് എൻ്റെ അടുത്തോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നു എടാ എൻ്റെ അടുത്തേക്കണം ഇവനെ നോക്കിയാണ്ടാ എടാ നിൽക്കേ ഞാൻ എല്ലായിടത്തിനും ഇപ്പോൾ എക്സ്പോസ് ആക്കണം നോക്കിയോളാം എന്താണ് അത് ഒരുത്തനെ ബേക്ക് വരുത്തുമ്പോൾ നിൽക്കണം അവൻ്റെ മനസ്സ് എന്തോന്ന് നീ ആറാ നീ ആരും ഇതിൻ്റെ ഉദ്ദേശം തരി എന്തൊക്കെയാണെന്നാണ് ഒരുത്തന്മാർ എന്തായാലും കൊള്ളാം ബ്രോ ലൈവ് ഇപ്പോൾ എൻ്റെ ആവുന്നു അവിടെ സമയം എത്രയായി 1 hour ആയാ 58 മിനിറ്റ് ആയല്ലേ എടാ ഞാൻ സത്യം പറഞ്ഞ് ഇത്തി കുറേ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇപ്പം നീ ഇങ്ങനെ ചോദിച്ചതിരിക്കുക എൻ്റെ മനസ്സിൽ ഏണ എൻ്റെ ആക്കിയാലെന്നൊരു ചിന്ത വന്നു കേട്ടോ ഞാൻ ചിലപ്പോൾ പറയത്തില്ല എടാ ഞാൻ സത്യം പറഞ്ഞ് ഇന്ന് ഒരു 2 മണിക്കൂർ കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെയാണ് വന്നത് പക്ഷേ ഞാൻ നോക്കാം അത്രയും ഞാൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഒരു അനിമെ ഈ 2 ദിവസം മുന്നേ ഞാൻ ലൈവ് ഇട്ടപ്പോഴാണ് പറഞ്ഞായിരുന്നു കഴിച്ച് ഞാൻ ഒരു അനിമയൊക്കെ കാണാൻ പോണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിൻ്റെ കുറച്ച് പരിപാടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കയറ്റി വച്ചിട്ടുണ്ട് ഞാൻ കണ്ട് ഇന്നൊരു 14 എപ്പിസോഡ് കണ്ട് മുത്തേ സംഭവമൊക്കെ വെടിച്ചിൽ സാധനം മുത്തേ എൻ്റെ രോമൊക്കെ പൊങ്ങിയില്ല എന്തായാലും കൊള്ളാം സാധനം കൊള്ളാം മനസ്സിലായി ഇനി പൊങ്ങും രോമം എന്നുവെച്ചാൽ ആ സാധനം അങ്ങോട്ട് വരാൻ പോണേ ഉള്ളൂ എന്തായാലും കൊള്ളാം പക്ഷേ പേരൊന്നും ഞാൻ പറയില്ല പേരൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നീയൊക്കെ കഥ പറഞ്ഞ് പറയും ചാറ്റ് നീയൊക്കെ കഥ പറയും ടെസ്റ്റ് പറയും മനസ്സിലായില്ലേ നീക്ക് അങ്ങനെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും പേര് പറയില്ല അനിമയാണെന്ന് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായില്ലടാ എന്തൊരു മര്യാദയ്ക്കു കുണിക്കുന്ന എടാ നിൽക്കാനാ 2 hours ലൈവ് പ്ലീസ് മുത്തേ അനിമേൻ്റെ കൊട്ട പോടാ വെച്ചിട്ട് എടാ ലൊട്ടേ നിനക്ക് എടാ മുത്തേ നിനക്ക് ബുദ്ധിയില്ല നീ സത്യമായിട്ട് എടാ നീ ലൈഫിലെ ഏറ്റവും നല്ല എടാ ബുദ്ധിയില്ലാത്തവനെ എടാ ഞാൻ പറഞ്ഞേക്ക് സത്യമായിട്ട് നീ അനിമെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനും പണ്ട് ഈ പടമൊന്നും അങ്ങനെ ഇതാ അനിമയൊന്നും വലിയ ഇതൊന്നും ഇല്ല നടന്നവനാണ് കേട്ടോ മുത്തേ നീ കാണുക കേട്ടോ നിന്നെ കാണാത്തതുകൊണ്ടാണ് നിനക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് നിനക്ക് പറഞ്ഞുതരാൻ ഒരു വിവരമില്ലാത്തവന് നിൻ്റെ അടുത്ത് വിവരമുള്ള ഒരുത്തനും കാണൂല അതുകൊണ്ടായിരിക്കും നിനക്ക് അറിഞ്ഞൂടാത്തത് എടാ ആരെങ്കിലും അവന് പറഞ്ഞു കൊടു കേട്ടോ സത്യമായിട്ടും ബുജി അനിമയെന്ന് വെച്ചാൽ സിനിമേനേക്കാളും നല്ലതാണ് കേട്ടോ നീ ഇത് പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും സത്യം പറയാനില്ല അത്രയ്ക്ക് ജെമ്മാണ് അനിമയെന്ന് പറയുമ്പോൾ തീയാണ് മനസ്സിലായി നീ കണ്ടാലേ മനസ്സിലാവും മനസ്സിലായി പറയുമ്പം എനിക്കും പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു മനസ്സിലായി ഭയങ്കര ഒരുമാതിരിയായിരുന്നു മനസ്സിലായില്ലേ പണ്ട് ഞാനും കാർട്ടൂൺ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും അല്ലടാ അതൊക്കെ കാർട്ടൂൺ എന്തൊരു കാർട്ടൂണ് ഡോറയുടെ ഭൂപടത്തിൽ മറ്റേത് നോക്കി പോണത് അതൊന്നും അല്ല അനിമ വേറെ മുത്ത അതൊക്കെ ഭയങ്കരമാണ് കണ്ണവർക്കേ അറിയാവും കണ്ടാൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റൂല ഒരിക്കലും എന്തോരം നല്ലതാണെന്ന് സത്യം പറയാലോ സിനിമയെക്കാളൊക്കെ നല്ലതാണ്ടാ എടാ എന്തായാലും നെക്സ്റ്റ് റൂം ഞാൻ ഇറങ്ങട്ട് അതിന് എന്തിനും ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനും അനിമയുടെ ക്ലാസ് എടുത്തോണ്ടിരിക്കണേ ഞാൻ എന്തിനും അനിമ കാണാത്ത അനിമ കാണിച്ചുകൊണ്ടിരിക്കണം എന്തിനും അടക്കണം ഇവിടെ എടാ ഞാൻ ഇറങ്ങണം എന്താ നിന്റെ മോന്തിങ്ങനെ ഇരിക്കണം എന്തോ പറ്റി സീരിയസ്ലി എന്തിനാ അവിടെ കൊടുത്തായിട്ട് പോയത് എന്തൊരു എന്തായാലും ഞാൻ പോണേ